നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി. ഗുരുതരാരോപണവുമായി PV അൻവർ. ആദ്യമായി അൻവറിനെതിരെ ശക്തമായി പ്രതികരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനർസംഘടന നടന്നു. ഒരു പുതിയ നേതൃത്വം വന്നു. ആ നേതൃത്വം ഹൈക്കമാൻഡിന് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചു വന്നാൽ സജീവമായ പ്രവർത്തനം ആരംഭിക്കും. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പ്രശ്നമില്ല. പാലക്കാടും ആലത്തൂരുമൊക്കെ അൻവർ ചില ഭീഷണികൾ ഉയർത്തിയിരുന്നു. അതെല്ലാം കോൺഗ്രസ് പാടെ അവഗണിച്ചിരുന്നു. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് KC വേണുഗോപാൽ. ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാറില്ലെന്നും കഴിവുള്ള ഒരുപാട് പ്രവർത്തകരാണ് നിലമ്പൂരിൽ കോൺഗ്രസിനുള്ളത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കുന്നത് പോലെ ജാതി സന്തുലനം കോൺഗ്രസും നോക്കാറുണ്ട്. ഇത് LDFന്റെ സീറ്റായിരുന്നു, കോൺഗ്രസിന്റെ അല്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നാണ് പറയുന്നത്. അവർക്ക് നിലമ്പൂർ അങ്ങാടിയിൽ സ്ഥാനാർത്ഥിയെ നോക്കേണ്ടി വരും. അതിനിടയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ BJP മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. 1500 വോട്ട് ലഭിച്ചപ്പോൾ മുതൽ മത്സരിച്ചവർ ഇപ്പോൾ 10,000-ൽ പരം വോട്ട് ലഭിക്കുന്ന സാഹചര്യത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് LDFനെ വോട്ട് മറിക്കാനാണെന്ന് ആരോപണമുയർന്നപ്പോൾ പുനർപരിശോധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. 3000-ൽ താഴെ വോട്ടിനാണ് ഇവിടെ അൻവർ വിജയിച്ചത്. UDFന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഒരുപാട് ചട്ടക്കൂടുണ്ടെന്നും അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ LDFനോടാണ് ചോദിക്കേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പിണറായി പിതൃതുല്യനാണെന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ വർഗീയതയിലും അഴിമതിയിലും പിണറായി മുങ്ങി നിൽക്കുകയാണെന്നാണ് ആരോപിച്ചത്. കോൺഗ്രസ് നേതാവ് NA കരീമിന്റെ മകന്റെ കല്യാണ സ്ഥലത്ത് PV അൻവറും ആര്യാടൻ ഷൗക്കത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുന്നതും വീഡിയോയിലൂടെ ഉച്ചക്ക് നാം കണ്ടതാണ്. വൈകുന്നേരമായപ്പോൾ വളരെ ഗുരുതരമായ ആരോപണമാണ് ഷൗക്കത്തിനെതിരെ ആരോപിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഗവൺമെന്റിനും പിണറായി വിജയനുമെതിരെ ഫേസ്ബുക്കിൽ ഒരു വരിയെങ്കിലും കുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിലെ വിളിക്കപ്പെടുന്ന കേരളത്തിലെ വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് ഷൗക്കത്ത്. 3 മാസം മുമ്പ് CPM ആയി ചർച്ച നടത്തി അവരുടെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ച ആളാണ്. അവരുടെ പാർട്ടിയിലെ ശക്തമായ എതിർപ്പ് കാരണം പിന്മാറിയ ആൾക്ക് എങ്ങനെ ഈ ഗവൺമെന്റിനെയും പിണറായിയെയും വിമർശിക്കാൻ കഴിയും?